കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യനെ ഈ ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ ജീവികളുമായിട്ടും താരതമ്യം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ സീരീസ്. ഈ ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ ജീവികളെയും പറ്റി പറയുമ്പോൾ എന്തിനൊക്കെയാണ് ജീവനുള്ളത് എന്ന് ആദ്യം നമ്മൾക്കൊരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്, അല്ലേ? ജീവനുള്ളവയും ജീവനില്ലാത്തവയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഒരു ജീവിയുടെ ശരീരത്തിൽ എവിടെയാണ് ജീവൻ ഇരിക്കുന്നത്? ദൃശ്യം 2 സിനിമയിൽ കോടതിയിൽ നടക്കുന്ന ഒരു രംഗമുണ്ട്. ജോർജ് കുട്ടി വരുണിനെ കൊന്ന് ഡെഡ് ബോഡി പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടു എന്ന് വാദിഭാഗം ശക്തമായിട്ട് കോടതിയിൽ വാദിക്കുമ്പോൾ പ്രതിഭാഗം വക്കീൽ അതിനെ എതിർക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വാദപ്രതിവാദം നടക്കുന്ന സമയത്ത് കോടതിയെ ഞെട്ടിച്ചുകൊണ്ട് ആ ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. ഫോറൻസിക് റിപ്പോർട്ട് വായിച്ച് ജഡ്ജി പറയുകയാണ്, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഈ ഡെഡ് ബോഡി മരിച്ചുപോയ വരുണിൻ്റെ അല്ല. അതായത് ആ ഡെഡ് ബോഡിയുടെ DNA വരുണിൻ്റെ DNA അല്ല എന്ന്. ഒരു ജീവിയുടെ ഐഡൻറ്റിറ്റി അതിൻ്റെ DNA ആണ്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അവൻ്റെ പേരല്ല, അവൻ്റെ ഭാഷയല്ല, അവൻ്റെ മതമല്ല, അവൻ്റെ വർഗമല്ല, അവൻ്റെ നാടല്ല, വീടല്ല, വീട്ടുപേരല്ല, അവൻ്റെ DNA ആണ്. എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ DNA ആണ്. എൻ്റെ ശരീരത്തിലെ ഏത് ഭാഗത്തു നിന്നും DNA എടുത്താലും അത് എൻ്റെ DNAയുമായിട്ട് 100% യോജിക്കും. ഒരു ക്രൈം സീനിൽ നിന്ന് എൻ്റെ DNA കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവാണ്. നമ്മുടെ ഓരോ കോശങ്ങളിലും DNA ഉണ്ട്. ആ DNAക്ക് വ്യക്തമായ ഐഡൻറ്റിറ്റിയുമുണ്ട്. DNA മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ഉണ്ട്, ചെടികൾക്കും ഉണ്ട്. നമുക്കെല്ലാവർക്കും പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമാണല്ലേ? ബഡ് ചെയ്ത റോസാ ചെടി കണ്ടിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ വെള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാ ചെടിയിൽ ഈ ചുവന്ന റോസയുടെ കമ്പ് ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. വെള്ള റോസാ ചെടി തന്നെ വെള്ളയും ചുവപ്പുമുള്ള 2 തരം പൂക്കൾ ഉണ്ടാകുന്നത് ചെറുപ്പത്തിൽ അത്ഭുതത്തോടെ നോക്കി വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വെള്ള റോസയുടെ ചെടിയിൽ സാധാരണ വെള്ളപ്പൂക്കൾ മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിച്ചു വെച്ച ചുവന്ന റോസയുടെ കമ്പിൽ ചുവന്ന റോസാപ്പൂക്കളാണ് ഉണ്ടാവുന്നത്. ചെടികളിൽ ബഡ്ഡിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ മാറ്റിവെക്കുന്നത്. അപകടത്തിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട ആളുകൾക്ക് മരിച്ചയാളുടെ കൈപ്പത്തി തുന്നിച്ചേർത്ത വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജീവനുള്ള ഒരാൾക്ക് മരിച്ചയാളുടെ കൈ മുഴുവനായി തന്നെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ വെള്ള റോസാ ചെടിയുടെ തണ്ടിൽ ചുവന്ന റോസാ കമ്പ് വെച്ച് പിടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇതും. വെള്ള റോസാ ചെടിയിൽ ചുവന്ന റോസാ കമ്പ് പിടിപ്പിച്ചപ്പോൾ ഉണ്ടായത് ചുവന്ന പൂക്കളാണ്. അങ്ങനെ നോക്കുമ്പോൾ തുന്നിച്ചേർത്ത കൈപ്പത്തിയിലുള്ളത് ആരുടെ ജീവനാണ്? വരുണിൻ്റെ ഡെഡ് ബോഡി ഫോറൻസിക്കിന് അയച്ചു കൊടുത്ത് DNA ടെസ്റ്റ് നടത്തിയതുപോലെ ഇവിടെയും നമുക്ക് DNA ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും തുന്നിച്ചേർത്ത കൈപ്പത്തിയുടെ DNA മരിച്ചുപോയ വ്യക്തിയുടെ മാത്രമായിരിക്കും. അതായത് ആ കൈയുടെ ഐഡൻറ്റിറ്റി ഇപ്പോഴും മരിച്ചുപോയ വ്യക്തിയുടെ തന്നെയാണ്, ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ അല്ല. അതേപോലെ ചുവന്ന റോസാപ്പൂക്കൾ വിരിയുന്ന കമ്പിലെ DNA ചുവന്ന റോസാ ചെടിയുടെ തന്നെയായിരിക്കും. ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37.2 ട്രില്യൺ സെൽസ് ആണുള്ളത്. 37.2 ട്രില്യൺ കോശങ്ങൾ, 14 അക്കമുള്ള ഒരു വലിയ സംഖ്യയാണത്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ 37.2 ട്രില്യൺ ജീവനുകളാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറഞ്ഞത് ഏകദേശം 50 ബില്യൺ, അതായത് 5000 കോടി കോശങ്ങൾ മരിക്കുകയും അത്രത്തോളം തന്നെ കോശങ്ങൾ പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കോശങ്ങൾ മരിച്ചാലും നമ്മൾ അതത്ര കാര്യമാക്കാറില്ല, നമ്മളത് തിരിച്ചറിയുന്ന പോലുമില്ല. കോശങ്ങൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നഷ്ടമായാൽ പോലും അതിനെ മരണമെന്നൊന്നും നമ്മൾ വിളിക്കാറില്ല. മരണം സംഭവിക്കണമെങ്കിൽ തലച്ചോറ് മരിക്കണം, ബ്രെയിൻ ഡെത്ത് സംഭവിക്കണം. കാരണം ഞാൻ എന്ന നമ്മുടെ ബോധം, ഞാൻ എന്ന തോന്നൽ അത് തലച്ചോറിലാണുള്ളത്, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലല്ല. ഞാൻ എന്ന ബോധം ഇല്ലാതാവണമെങ്കിൽ തലച്ചോറ് പ്രവർത്തിക്കാതിരിക്കണം. 37 ട്രില്യൺ കോശങ്ങളെ ഏകോപിപ്പിച്ച് ഒരൊറ്റ ജീവിയെ പോലെ പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറാണ്. നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് തലച്ചോറാണ്. അത് ഫീൽ ചെയ്യുന്നത് തലച്ചോറിലാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ബ്രെയിൻ ഡെഡ് ആവുമ്പോൾ ആ വ്യക്തി മരിച്ചു എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ മരണം സംഭവിച്ചതിന് ശേഷവും, നമ്മുടെ ഭാഷയിലെ മരണം സംഭവിച്ചതിന് ശേഷവും ശരീരത്തിലെ ചില കോശങ്ങളിൽ കുറച്ച് നേരത്തേക്ക് കൂടെ ജീവൻ നിലനിൽക്കും. ആ ഒരു സമയത്തിനുള്ളിലാണ് അവയവദാനം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മൃതശരീരത്തിൽ നിന്ന് അവയവങ്ങൾ എടുക്കുന്നത്. മരിച്ചയാളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ഹൃദയം 4 മുതൽ 6 മണിക്കൂർ വരെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. ലിവർ 8 മുതൽ 12 മണിക്കൂർ വരെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. കിഡ്നി 26 മുതൽ 36 മണിക്കൂർ വരെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. കോർണിയ 7 ദിവസം വരെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും.
ഹൃദയത്തിൻ്റെ വാൽവുകൾ 10 വർഷം വരെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. അതായത് പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഭാഗങ്ങൾ ജീവനുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാനും കഴിയും. മരിച്ചയാളുടെ ഹൃദയം ജീവനുള്ളയാൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മരിച്ചയാളുടെ ശരീരഭാഗങ്ങൾ ജീവനുള്ളയാളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. എന്നാൽ അങ്ങനെ സ്വീകരിക്കുന്ന ശരീരഭാഗങ്ങളുടെ DNA മരിച്ച വ്യക്തിയുടെ തന്നെ ആയിരിക്കും. സ്വീകരിച്ച ശരീരഭാഗങ്ങൾ, ജീവനുള്ളയാൾ സ്വീകരിച്ച മരിച്ചയാളുടെ ശരീരഭാഗങ്ങൾ വർഷങ്ങളോളം സ്വീകരിച്ചയാളുടെ ശരീരത്തിൽ അയാൾ കഴിക്കുന്ന ഭക്ഷണവും അയാൾ ശ്വസിക്കുന്ന ശ്വാസവും സ്വീകരിച്ച് ജീവിച്ചാലും DNA മരിച്ചുപോയ വ്യക്തിയുടെ മാത്രമായിരിക്കും. നമ്മളിപ്പോൾ DNA കുറച്ച് അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. ജീവനുള്ള ജീവികൾക്കെല്ലാം DNA ഉണ്ട്. പക്ഷേ DNA മാത്രം ഉണ്ടായതുകൊണ്ട് ജീവൻ ഉണ്ടാവില്ല. കോശങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ജീവനെ നിലനിർത്തുന്നത്. മാത്രമല്ല DNA ഉള്ളിടത്തെല്ലാം ജീവനുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈറസുകൾ. DNA അല്ലെങ്കിൽ RNA ഉള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒന്നാണ് വൈറസുകൾ. വൈറസിന് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നതിപ്പോഴും തർക്ക വിഷയമാണ്. എങ്കിൽ പോലും ടാക്സോണമിയുടെ ജീവജാലങ്ങളുടെ ക്ലാസിഫിക്കേഷനിൽ വൈറസുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വൈറസുകൾക്ക് കോശങ്ങൾ ഇല്ല. കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളെ മാത്രമാണ് ജീവനുള്ളവയായിട്ട് കണക്കാക്കപ്പെടുന്നത്. വൈറസുകൾക്ക് കോശങ്ങളില്ല, അവ ഊർജ്ജം ഉപയോഗിക്കുന്നില്ല, പ്രത്യുൽപാദനം നടത്തുന്നില്ല, ജീവിക്കുന്നില്ല. ജീവനില്ലാത്തതുകൊണ്ട് തന്നെ വൈറസുകൾക്ക് മറ്റ് ജീവികൾക്ക് ഉള്ളതുപോലെയുള്ള മരണവും ഇല്ല. വൈറസ് ഒരു DNA അല്ലെങ്കിൽ RNA അടങ്ങിയ ജൈവ പദാർത്ഥമാണ്. സ്വയം പകർപ്പുകൾ സൃഷ്ടിക്കാനുള്ള വിവരങ്ങൾ എഴുതിയ DNA അല്ലെങ്കിൽ RNA ജനിതക പദാർത്ഥമടങ്ങിയ പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു ആവരണമാണ് വൈറസ്. ഒരു ജീവിയുടെ ശരീരത്തിൽ വൈറസ് കയറിക്കഴിയുമ്പോൾ ആ ജീവിയുടെ സ്വന്തം കോശങ്ങൾ വൈറസിൻ്റെ DNA അല്ലെങ്കിൽ RNA വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും ആ വൈറസിൻ്റെ കോഡുകൾ സ്വന്തം DNA RNA നിർദ്ദേശങ്ങൾ പോലെ തന്നെ തെറ്റിദ്ധരിക്കുകയും അവ വൈറസിൻ്റെ കോപ്പികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വൈറസുകൾ യഥാർത്ഥത്തിൽ ജീവനെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പത്തിനെയാണ് വെല്ലുവിളിക്കുന്നത്. ഒരു ജീവിയുടെ ശരീരത്തിലായിരിക്കുമ്പോൾ മാത്രം വൈറസുകൾക്ക് ജീവനുള്ളതായിട്ട് തോന്നും. വൈറസുകളുടെ ലോകത്ത് ജീവന്റെ അതിരുകൾ വേർതിരിച്ച് അറിയാൻ പറ്റാത്ത വിധം നിഗൂഢമാണ്, ഇടുങ്ങിയതാണ്. അപ്പോൾ ജീവന്റെ ഏറ്റവും ചെറിയ ഘടന എന്താണ്? കോശങ്ങൾ, സെൽസ്. അതെ, കോശങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. കോശങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവനുള്ള കോശങ്ങളാണ് സ്വയം വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ കോശങ്ങളുള്ള ജീവികളെ മാത്രമേ ടാക്സോണമിയിൽ ജീവികളായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവനുള്ള എല്ലാ ജീവികളുടെയും ശരീരത്തിൽ മനുഷ്യന് ഉള്ളതുപോലെ തന്നെ കോശങ്ങൾ ഉണ്ട്. മനുഷ്യനും മറ്റ് ജീവികളും തമ്മിലുള്ള 2 സമാനതകൾ നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെയും ശരീരത്തിൽ കോശങ്ങൾ ഉണ്ട്. 2. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെയും ശരീരത്തിലെ കോശങ്ങളിൽ DNA ഉണ്ട്. ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെയുള്ള ഒരു ജീവിയാണോ മനുഷ്യൻ? അതോ മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു ജീവിയാണോ? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങളും ഉണ്ടോ? ഇതിനെപ്പറ്റി നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ വിശദമായിട്ട് സംസാരിക്കാം. നന്ദി, നമസ്കാരം.